270 കിലോമീറ്റർ സഞ്ചരിച്ചെത്തി ധർണ. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ വ്യാപാരികൾ ധർണ നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ ട്രാക്കിന്റെ അലൈൻമെന്റ് പ്രവർത്തനങ്ങളും ഇവിടെ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ കേരള ഘടകം അത് ആ ഡിപ്പാർട്ട്മെന്റാണ്, കേരള സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റാണ് അത് പൂർത്തീകരിക്കേണ്ടത്. അതുകൊണ്ട് ലാൻഡ് അക്വിസിഷനെ സംബന്ധിച്ചും അലൈൻമെന്റിനെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ആവശ്യങ്ങൾ നമ്മൾ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓഫീസുമായി ബന്ധപ്പെടാനും അവിടെ ബന്ധപ്പെടേണ്ട ഓഫീസ് ഏത് എന്നും കൺസേൺഡ് ആളുകൾ ആര് എന്നൊക്കെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ വിവരങ്ങൾ തന്നിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഓഫീസുമായും നമ്മൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ എത്രയും വേഗം ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഒരു സമ്മർദ്ദം നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നും നമ്മോട് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ള ധർണാ സമരത്തിൻ്റെയും നമ്മൾ കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടത്തിൻ്റെയും പശ്ചാത്തലത്തിൽ റെയിൽവേ തന്നെ ഈ വിഷയങ്ങൾ വീണ്ടും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്നുകൂടെ അദ്ദേഹം ഉറപ്പു നൽകി. തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷരീഫ് മുഖ്യാതിഥിയായി. യൂണിറ്റ് സെക്രട്ടറി മുഗൾ റഷീദ്, പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി KM ഹമീദ്, ഹരിദാസ്, മാത്യു ചെറിയാൻ, വിജയകുമാർ, നൂറുൽ അമീൻ, ദിനേശൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂരിലെ റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം പണിയണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ദിവസേന 60ഓളം ട്രെയിനുകൾ കടന്നുപോകുന്ന റെയിൽവേ ഗേറ്റുകളിൽ മണിക്കൂറുകളോളം ആളുകൾ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നത് പ്രദേശത്തിന്റെ വ്യാപാരത്തിനും വികസനത്തിനും വിലങ്ങുതടിയാകുന്നുവെന്നാണ് പരാതി. പാലക്കാട് ഡിവിഷന് കീഴിലാണ് മംഗലാപുരം വരെയുള്ള റെയിൽവേ. UTV ന്യൂസ്, പാലക്കാട്.